ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിന്ന് ഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു മഴ പുറത്ത്, അതൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിചാരിച്ചൊരു വ്ലോഗ് ചെയ്യാന്ന് അല്ലെ ഹേക്കുട്ടാ? ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾ എന്താണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തതെന്നൊരു കമന്റ് വന്നു. ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വ്ളോഗ് ചാനൽ ഉണ്ട്, ഹാപ്പി വേവ്സ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചാനൽ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ ബിസി ആണോണ്ട് കുറെ വിശേഷങ്ങളൊക്കെ അല്ലേ പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ ന്യൂ ചാനൽ ആയതുകൊണ്ട് എല്ലാവരിലേക്കും ഇങ്ങനെ എത്തിപ്പെടാൻ ഒരു കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാവരിലേക്കും അത് എത്തും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ ഹാപ്പി ആൻഡ് കൂളിലും നമുക്ക് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ട് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നില്ലേ? നാട്ടിലേക്ക് പോകുന്നില്ല അല്ലെ? നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം അല്ല ഇപ്പൊ ഉള്ളത്. ജേർണിയും ട്രാവലിംഗും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു പ്രിൻസിപ്പൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെന്താണ് ഡ്രസ്, എന്റെ ഡ്രസ് ഒക്കെ. അപ്പൊ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുക്കും, പിന്നെ കുറച്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ അധികം ഷൂട്ടിങ്ങിലൊക്കെ മീഷോന്ന് എടുക്കാറ് അധികം. പിന്നെ ചിലതൊക്കെ ആമസോണിന്നൊക്കെ എടുക്കലുണ്ട്. അധികം മീഷോ എന്നുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിലെ പാരന്റ്സ് മീൻസ് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഇവരിന് എന്താണ് കാണിക്കാത്തതെന്നാണ് അല്ലെ? എന്റെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടല്ല ആക്ച്വലി വയനാട് നിന്ന് കയറിയിട്ട് തമിഴ്നാടിനുള്ളിൽ കുറച്ച് കയറാനുണ്ട് ഒരു ബോർഡർ, അവിടെയാണ് വീട്. പിന്നെ അമ്മയുണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, മാരീഡ് ആണ്, സെറ്റിൽഡ് ആണ് അവർ രണ്ടുപേരും. നമുക്ക് ഇനി എപ്പോഴെങ്കിലും നമ്മളിങ്ങനെയല്ലേ വർഷത്തിലൊരിക്കലാണ് പോകുന്നത്. അതെ, നാട്ടിലേക്ക് വർഷത്തിലൊരിക്കൽ ലീവ് കിട്ടുകയാണെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് നാട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പോകും. അപ്പൊ നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇടാനൊക്കെ. പക്ഷെ കുറച്ച് ഷൈ ആണ്, അമ്മയൊന്നും വരുന്നില്ലായിരുന്നു. അമ്മ ഞങ്ങള് വീട്ടിലുള്ള സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ അമ്മ അവിടെ ഒക്കെ പോയി നിൽക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ ക്യാരക്ടറിൽ വീഡിയോയിൽ അമ്മ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് പറയാം അമ്മ വരില്ല, ഇത്ര 3 പേരാണെങ്കിൽ 3 പേരെ ക്യാരക്ടറായിട്ട് വരും എന്ന് പറഞ്ഞാൽ. പക്ഷെ അമ്മയ്ക്ക് അത്രയും ഷൈ ആണ് അമ്മ ഇതിലൊക്കെ വരാൻ. അപ്പൊ നമുക്ക് നോക്കാം, ഇനി എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പൊ നമ്മള് ഇത് തന്നെയാണ്. ഇനി നാട്ടിലേക്ക് പോകാൻ ഇനി കുറച്ച് കൂടി സമയം എടുക്കും. 5-6 മാസം കൂടെ, കുറച്ച് മാസം എടുക്കും. നമ്മൾ പോയി വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞ മെയിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്, 2023. എക്സാക്ട്ലി 1 ഇയർ കഴിഞ്ഞു. അത് അമ്മേന്റെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടി. പിന്നെ നമുക്ക് പിന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രം എന്താണ് ആക്ട് ചെയ്യുന്നത്, വേറെ ആൾക്കാരെ എന്താണ്? അപ്പൊ എന്താ വെച്ചാല് എന്താണ് റീസൺ? അതിന് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടെ ഈ വീട്ടിലുള്ളത് ഞാനും എന്റെ ഭാര്യ, എന്റെ കുട്ടി. അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഹിന്ദിയാണ്. അപ്പൊ ഇവരോട് നമ്മൾ പറയും, ഞങ്ങളെ വ്ളോഗിൽ ഇടുന്നൊക്കെ നമ്മുടെ നൈബേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെയുള്ള ഈ കോളനിയിൽ ഒരുപാട് പേരുണ്ട്. എല്ലാരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. നല്ല മിന്നലെ എല്ലാവരും റെഡിയാണ് ആക്ട് ചെയ്യാനൊക്കെ അല്ലെ? എല്ലാരും വളരെ ത്രില്ലാണ് ആക്ട് ചെയ്യാൻ വേണ്ടി. ഒരു സീൻ എങ്ങനെയും ഒരു ക്യാരക്ടർ നമ്മൾ ഇടും. നമ്മുടെ ഭാഷ നമ്മുടെ മലയാളം ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഹിന്ദിയിലൂടെയാണ് വരിക അവരുടെ സംസാരിക്കുമ്പോ, അങ്ങനത്തെ മലയാളം. പക്ഷെ എന്നാലും നമ്മള് ഒരാളെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ അത്രയും കോപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തു തരും. നമ്മള് ഒരു കുറച്ച് ദിവസം ബാക്കിൽ ഒരു വീഡിയോ ചെയ്തേല് വേറൊരു വീട്ടിൽ നിന്ന് അപ്പൊ ആള് കുറെ പേര് ചോദിച്ചു വേറെ വീടാണോ? വേറെ വീടല്ല, അതൊരു വേറെ വീട് തന്നെയാണ്, ഫ്രണ്ടിന്റെ വീടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അവര് മലയാളം സംസാരിക്കുന്നത് അതും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേറെ ആരെയും തൽക്കാലം എടുക്കാത്തത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല മലയാളം സംസാരിക്കാൻ പറ്റും എന്നൊക്കെയുള്ള നമ്മുടെ ആരെങ്കിലും ഒരുപാട് പേരില്ലേ നമ്മളെങ്ങനെ ഇൻഫോം ചെയ്യുന്നത്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മള് നമ്മുടെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറീസ് അല്ലെ, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ കുറെ പേര് ദിനുവേട്ടൻ തന്നെ എന്നോട് ചോദിക്കും, ഇത് ഞാൻ ചെയ്യണോ, ഇങ്ങനെ ഞാൻ സംസാരിക്കണോ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. എന്നോടും ചോദിക്കുന്നു ഇത്രയ്ക്കൊക്കെ പറയണോ? പക്ഷെ എന്താണെന്നറിയാം, നമ്മളോട് ഒരുപാട് പേര് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മളും വിചാരിക്കും ഇതൊക്കെ ശരിക്കും നടക്കുമോ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഓഡിയൻസ് എന്താ പറയാ വിശ്വസിക്കുമെന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ വീഡിയോ കഴിയുമ്പോഴത്തേനും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഫോൺ കോൾസ് വരും. അവര് പറയും എങ്ങനെയാണ് ഞങ്ങളുടെ റിയൽ സ്റ്റോറി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? കാരണം കൊണ്ടല്ല, കാരണം നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളാണല്ലോ. അപ്പൊ അതെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാ സ്റ്റോറീസ്. പിന്നെ സ്റ്റോറി ആയിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് വരുമ്പോഴാണ് അതിലെ എത്രയോ ആൾക്കാര്
അതേപോലെ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമ്മളും മനസ്സിലാക്കുന്നത് ഈശ്വര ഇത്രയും പേര് ഇത് സഫർ ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമുക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മുടെ ചുറ്റുള്ള കുറച്ച് പേര്, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, കുറച്ച് പേര് നമ്മൾ സ്ത്രീധനത്തിനെ കുറിച്ച് ഇടുമ്പോൾ ചോദിക്കും ഇപ്പോഴത്തെ സ്ത്രീധനം അതാ കണ്ടുപോയി, ഇവിടെ കണ്ടുപോയതാണ്. സ്ത്രീധനത്തിന്റെ ഇഷ്യൂ ഒക്കെ ഇടുമ്പോൾ ചോദിക്കും ആരൊക്കെയോ കമന്റ്സ് ഇങ്ങനെ സ്ത്രീധന പ്രശ്നമൊക്കെ ഉണ്ടോ. നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതും ഒരുപാട് കാര്യങ്ങളില്ലേ, അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും അപ്പുറമുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മള് ഇല്ല, നമുക്ക് അറിയില്ല എന്നതുകൊണ്ട് നമ്മളത് ഇല്ല എന്നല്ലല്ലോ വിചാരിക്കേണ്ടത്. അപ്പൊ അതിന്റെ താഴെ തന്നെ കുറെ പേര് വരും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഇവിടെ കറണ്ട് പോയി അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. ഞങ്ങൾ ആക്ച്വലി എന്താ പറയാ, നല്ല മഴ പെയ്തപ്പോ അതെനിക്ക് എന്താ പറയുക ഇപ്പൊ ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എന്താ വെച്ചാല് മണ്ണിന്റെ മണം ഭയങ്കര. നല്ല മഴ പെയ്തപ്പോ ആ മണല്ലേ, അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നതാണ്. വെക്കേഷൻ തുടങ്ങി നമ്മുടെ നോർത്തിൽ അല്ലേ. ജൂൺ 15 വരെ ഹേവുന് വെക്കേഷൻ ആണ്. പിന്നെ ഹേവുന് നല്ലൊരു വിശേഷമുണ്ട് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ. ഹേവുനെ ക്ലാസ് ലീഡറായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അത് മാത്രമല്ല നമ്മുടെ ടൈം സ്പെൻഡിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പാർക്ക് ഉണ്ട്, ഊർജ പാർക്ക് അല്ലേ. ഊർജ പാർക്കിന് വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ന്യൂ ചാനലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകും. നമുക്കൊരു ടൂർണമെന്റിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഹേവുന് ടൂർണമെന്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ലെവൽ ടൂർണമെന്റ് ഉണ്ട് ഹേവോസ് ആഫ്റ്റർ 2 months. അപ്പൊ ഇന്ന് പോകേണ്ടതാണ്, ഇന്ന് മഴയായതുകൊണ്ട് അത് മുടങ്ങി, പ്രാക്ടീസ് മുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. ഇനി പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടമാണോ നമുക്ക് അറിയില്ല ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച ഹാപ്പി ആൻഡ് ഫുൾ ഇല്ലാത്തത് നമ്മുടെ വിശേഷങ്ങൾ ഹാപ്പി വേസ് വ്ലോഗിലേക്ക് ഇട്ട്. പക്ഷെ അത് ഇനി എത്തണമെങ്കിൽ കുറച്ച് ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി അങ്ങനെ ഇടാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ വീഡിയോയും കൊണ്ടുപോകുന്നല്ലേ. അതുകൊണ്ട് വീഡിയോ വേറെ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ കറന്റ് വേറെ വർക്ക് ചെയ്യുന്നില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. ഞാൻ ശരിക്കും ടീച്ചറാണ്, പക്ഷെ ഇനിയിപ്പോ മക്കൾ കുടുംബം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് ടൈം അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഹൗസ് വൈഫ് ആയിട്ടില്ല, ഹൗസ് ഹസ്ബൻഡ് ആണ് ഇവിടെ ഉള്ളത്. ദിനോസാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. വേറൊന്നും കൊണ്ടല്ല, പിന്നെ നമ്മൾ അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ദിനോസ് എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ മോൻ ഹേത്തം ടൂ മച്ച് കെയറിംഗ് ആണ് അല്ലെ. ഹേത്തം എന്തൊക്കെ ചെയ്തരും മമ്മിക്ക് പറഞ്ഞു കൊടുക്ക. മമ്മി ഉറങ്ങുന്ന സമയത്ത് ഞാൻ മമ്മിന്റെ എന്റെ മൈക്കിടാ പറഞ്ഞോ. മമ്മി ഞാൻ ഉറങ്ങുമ്പോ എന്റെ അടുത്തേക്ക് വരും, ഞാൻ ക്ഷീണായിട്ട് കിടക്കൂലേ, അപ്പൊ ഒരു 10-20 പ്രാവശ്യം എന്റെ അടുത്തേക്ക് വരും. പിന്നെ എന്നെ കിസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് തരും അല്ലെ. പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ കാലിന്റെ സൈഡ് പില്ലോ ഒക്കെ വെച്ച് തന്നിട്ട് പോകും. പിന്നെ എനിക്ക് മെഡിസിൻ എന്നോട് ചോദിക്കും അയൺ ടാബ്ലറ്റ് കഴിച്ചോ മമ്മി, അയൺ ടാബ്ലറ്റ് കഴിച്ചോ മമ്മി എന്ന് പറഞ്ഞ് പുറകെ വരും. പിന്നെ ബേബിക്ക് കഥ പറഞ്ഞു കൊടുക്കും അല്ലേ. ഡാഡി എന്തൊക്കെ ചെയ്യും? ഒന്നും അറിയില്ല, ഡാഡി ഒന്നും ചെയ്യൂല. ഡാഡി ചെയ്യുമ്പോ ഡാഡി പറഞ്ഞു, ഡാഡി ചെയ്യുന്ന കാര്യങ്ങൾ ഡാഡി പറയും. ഡാഡി നല്ല കുട്ടിയാണ് കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ. റിയലി ഗുഡ്. എല്ലാരും ചോദിക്കും ദുഷ്ടനാണോ ദുഷ്ടനാണോ. പാവാണ്, പാവം എന്ന് പറഞ്ഞാൽ നല്ല പാവാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടുപോയിട്ട് ഇനിയിപ്പോ കറണ്ട് പോയതുകൊണ്ടാണ് അപ്പൊ പ്രേക്ഷകർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ Q&A വരാം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തോളൂ, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇട്ടോളൂ ഒരു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, നമുക്ക് ലൈവിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ലല്ലോ ഞങ്ങൾക്ക്. അപ്പൊ അത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമ്മള് പുതിയ വീഡിയോ വേണമെങ്കിൽ വരാം. അതല്ലേ പറ്റൂ, അല്ലാണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ നമ്മുടെ വീഡിയോസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുക, അതൊന്നും അറിയില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് വേറെയും കുറെ വിശേഷങ്ങൾ വരാനുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ബേബീന്റെ. അപ്പൊ അതൊക്കെയായിട്ട് നമ്മൾ വരുന്നത് ഇനി അല്ലേ. അപ്പൊ ഇനി നിങ്ങളുടെ ഈ ഗ്രേറ്റ് സപ്പോർട്ടും അതേപോലെ തന്നെ എന്താ ഫീഡ്ബാക്കും ഞങ്ങൾക്ക് വേണം. അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന കമന്റ്സ് ഒക്കെ ഇല്ലേ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം. ഓക്കെ, ഇനി വി ഹാവ് ടു ഡു മോർ.
ഓരോ വീഡിയോസ് പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറച്ച് സന്തോഷം. പേര് ഫോൺ ചെയ്തിട്ട് പറഞ്ഞെന്താണെന്നറിയോ, അവര് വീഡിയോ കാണും, പക്ഷെ വീഡിയോ കാണുന്നതിന് മുമ്പ് അവർ ഫുൾ ആ ഫീഡ്ബാക്ക് സോറി ആ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കും. അതിനുശേഷമാണ് അവർ വീഡിയോ കാണുകയെന്ന്. കാരണം അവർക്ക് അതിലൂടെ ഒക്കെ ഒന്ന് പോകുന്നത് വളരെ ത്രില്ലിംഗ് ആണ്. അതുകൊണ്ട് അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു ഓൾ. ബൈ.